എല്ലാവർക്കും AGBയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ എടുക്കുകയാണെങ്കിലും കലണ്ടർ എന്ന് പറഞ്ഞ ടോപ്പിക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. കലണ്ടറിൽ സ്ഥിരമായിട്ട് SSC റെയിൽവേ എക്സാമുകളിൽ സ്ഥിരമായിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ കലണ്ടറിൽ മെയിനായിട്ടും രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുക. മെയിനായിട്ടും ചോദിക്കുന്ന രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എങ്കിലും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഡേറ്റ് തന്നിട്ട് അത് ഏത് ഡേ ആണെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് ഒരു ഡേറ്റ് തരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 26 ഏപ്രിൽ 1990 ഏത് ഡേ ആണ്? ഓക്കെ, 1990 ഏപ്രിൽ 26 എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? കൃത്യമായിട്ടും അത് സൺഡേ ആണോ, മൺഡേ ആണോ, ട്യൂസ്ഡേ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറയണം. ആ ഒരു ടൈപ്പാണ് മെയിനായിട്ടും ചോദിക്കുന്നത്. രണ്ടാമത് ചോദിക്കുന്ന മെയിൻ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഡേറ്റ് റെഫറൻസ് ആയിട്ട് നിന്നിട്ട് മറ്റൊരു ഡേറ്റ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ 26 ഏപ്രിൽ 1990 ബുധനാഴ്ച ആണെങ്കിൽ, വെനസ്ഡേ ആണെങ്കിൽ 3 നവംബർ 1994 ഏത് ഡേ ആയിരിക്കും എന്ന് ചോദിക്കുന്ന ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ടൈപ്പാണ് മെയിനായിട്ടും ഈ കലണ്ടറിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കലണ്ടറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കലണ്ടറിലെ വർഷങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസ് ചെയ്യും. കലണ്ടറിലെ വർഷങ്ങൾ നമ്മൾ രണ്ടായിട്ട് ക്ലാസ് ചെയ്യും. നമ്മൾ ലീപ്പ് ഇയറും നോൺ ലീപ്പ് ഇയർ എന്ന് പറയാറുണ്ട് അല്ലെ. ഈ നോൺ ലീപ്പ് ഇയർ ഞാൻ ഓർഡിനറി ഇയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഓർഡിനറി ഇയറും ലീപ്പ് ഇയറും. ഓക്കെ, നമ്മൾ കലണ്ടറിലെ വർഷങ്ങളെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യും. നിങ്ങൾക്ക് അറിയാം എന്താണ് ഓർഡിനറി ലീപ്പ് ഇയർ നമ്മളെ വ്യത്യാസം? ഒരു ദിവസത്തെ വ്യത്യാസം അല്ലെ. അതായത് ഒരു ഓർഡിനറി ഇയർ എടുത്താൽ നിങ്ങൾക്ക് അവിടെ 365 ദിവസമാണുള്ളത്. അതേസമയം അതൊരു ലീപ്പ് ഇയർ ആണെങ്കിൽ 366 ദിവസം ഉണ്ടായിരിക്കും. ഒരു ദിവസം എക്സ്ട്രാ ആയിരിക്കും. നമുക്കറിയാം 4 വർഷം കൂടുന്തോറും നമ്മൾ എന്താണ് ലീപ്പ് ഇയർ കാണുന്നുണ്ട് അല്ലെ. എവിടെയാണ് ആ ഒരു ദിവസത്തെ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെബ്രുവരിയിലാണ് അല്ലെ. അതൊരു ഓർഡിനറി ഇയർ എടുത്താൽ നിങ്ങൾ ഫെബ്രുവരിയിൽ 28 ദിവസമാണ് വരുന്നത്. അതേസമയം അത് ലീപ്പ് ഇയർ ആകുമ്പോൾ എന്താണ് ഫെബ്രുവരിയിൽ 29 ദിവസമാണ് ഉണ്ടാകുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു ഇൻഫോർമേഷൻ തന്നെയാണ് ഓർഡിനറി ഇയറും ലീപ്പ് ഇയറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർഷം തന്നു കഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇയർ തന്നു കഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റണം. നോർമലി നമുക്ക് വേണമെങ്കിൽ വളരെ ചെറിയ എക്സാമുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫൈൻഡ് ഔട്ട് ദ ലീപ്പ് ഇയർ ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലീപ്പ് ഇയർ എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലീപ്പ് ഇയർ എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് 4 വർഷം കൂടുമ്പോഴാണ് നമ്മൾ ലീപ്പ് ഇയർ കാണുന്നത് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വർഷങ്ങളാണ് നമ്മൾ എന്താ പറയുക ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. സ്കൂൾ ടൈമിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ ഉണ്ടാകുന്നത്. 4ന്റെ മൾട്ടിപ്പിൾ, അതായത് നിങ്ങൾക്ക് ഒരു ഇയർ തന്നു കഴിഞ്ഞാൽ അത് 4 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്ത് പോകുന്ന വർഷമാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ലീപ്പ് ഇയർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ നമുക്ക് ഏതൊരു നമ്പർ കിട്ടിയാലും അത് 4 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും? നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്നില്ല അല്ലെ. അപ്പോൾ ഒരു വലിയ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ, അല്ലെങ്കിൽ ഒരു വലിയ നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുമോ എന്ന് നോക്കാൻ നമ്മൾ മാത്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്? ഏതൊരു നമ്പർ കിട്ടിയാലും അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതൊരു നമ്പർ കിട്ടിയാലും ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നിങ്ങൾ നോക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുമ്പോൾ അത് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. അല്ലെങ്കിൽ അതെന്തായിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ 4 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എന്തായിരിക്കും? അത് ലീപ്പ് ഇയർ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കുക, ഇതിനകത്ത് ലീപ്പ് ഇയർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ വർഷമായിട്ട് നോക്കുകയാണ്. ഓരോ വർഷത്തിന് നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം എടുത്ത് നോക്കുന്നു. ഓക്കെ, 19 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഓക്കെ, അപ്പൊ അതെന്തല്ല? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ല. അപ്പൊ അതെന്തല്ല? ലീപ്പ് ഇയർ അല്ല. ഓക്കെ, 22 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ അതും എന്തല്ല? ലീപ്പ് ഇയർ അല്ല. 12 എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇതെന്താണ്? ലീപ്പ് ഇയർ ആണ്. അപ്പൊ താഴ്ന്നതിൽ ഏതാണ് ലീപ്പ് ഇയർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും ലീപ്പ് ഇയർ വരിക. ഓക്കെ, ഇപ്പൊ 1514 എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അതെന്തായിരിക്കത്തില്ല? ലീപ്പ് ഇയർ ആകത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു വർഷം തന്നു കഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം. നമ്മൾ എങ്ങനെ പറയാം? ഒരു വർഷം തന്നു കഴിഞ്ഞാൽ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ ആണോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ എങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നിങ്ങൾ നോക്കുക, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നോക്കുക. ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 4 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റും, എങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. അല്ലെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കില്ല. ഇങ്ങനെയാണ് നമ്മൾ ലീപ്പ് ഇയർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Question again. Which of the following is not a leap year? എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, which of the following is not a leap year എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ലീപ്പ് ഇയർ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നിങ്ങൾ നോക്കുമ്പോൾ 1964. ഓക്കെ, ലാസ്റ്റ് 64 ആണ് വരുന്നത്. 64 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. 15 × 4 60 ആണ്.
16 × 4 64 നമുക്കറിയാം. ഓക്കെ, 64 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 2000 ലീപ്പ് ഇയർ ആണെന്ന് നമുക്കറിയാം. 2000 ലീപ്പ് ഇയർ ആണെന്ന് നമുക്കറിയാം. 1944 കാരണം 2000 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പറാണ് അല്ലെ. അതുപോലെ 1744 എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പറാണ്. ഓക്കെ, 1900 ഓക്കെ 1900 എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പറാണ്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പറാണ്. ഇപ്പൊ ഇത് ലീപ്പ് ഇയർ അല്ലാത്ത ഏതെന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് തന്നെ അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണെന്നാണ് അല്ലെ. 4 വർഷം കൂടുമ്പോൾ ലീപ്പ് ഇയർ ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ സെഞ്ചുറി ഇയേഴ്സിന്റെ കേസിൽ സെഞ്ചുറി ഇയേഴ്സ് അപ്പൊ നമുക്കൊരു സാധാരണ വർഷം തരുവാണ്, ഇന്നൊരു നോർമൽ ഇയർ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് 4ന്റെ ഡിവിസിബിലിറ്റി ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു സാധാരണ വർഷം തരുവാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് 4ന്റെ ഡിവിസിബിലിറ്റി ആണ്. അതിന് പകരം സെഞ്ചുറി ഇയർ ആണ് തരുന്നെങ്കിൽ എന്താണ് സെഞ്ചുറി ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതാ അവസാനം 2 0 വരുന്ന വർഷങ്ങൾ കണ്ടോ, അവസാനം 2 0 വരുന്ന വർഷങ്ങൾ സെഞ്ചുറി ഇയേഴ്സ് നമ്മൾ പറയുന്നത്. കാരണം 100ന്റെ ഗുണിതമായ വർഷങ്ങളാണ് ഇവരൊക്കെ. ഓക്കെ, 100ന്റെ ഗുണിതമായ വർഷങ്ങളാണ് സെഞ്ചുറി ഇയേഴ്സ് നമ്മൾ പറയുന്നത്. അങ്ങനെ സെഞ്ചുറി ഇയേഴ്സ് ആണെങ്കിൽ അതായത് അവസാനം 2 0 കാരണം അവസാനത്തെ 2 ഡിജിറ്റ് നോക്കില്ല നമ്മൾ പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അവസാനത്തെ 2 ഡിജിറ്റ്സ് 0 വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് സെഞ്ചുറി ഇയേഴ്സ് ആണ്. സെഞ്ചുറി ഇയേഴ്സ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുമെന്നല്ല 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, എങ്കിലും അത് എന്താവത്തുള്ളൂ? ലീപ്പ് ഇയർ ആവത്തുള്ളൂ. കാരണം 4 വർഷം കൂടുമ്പോൾ ലീപ്പ് ഇയർ ഉണ്ടാവുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്കൂളിൽ. പക്ഷേ 4 വർഷം ചേർന്ന് വരുന്ന വർഷങ്ങൾ തന്നെയാണ് ഈ 2000 1900 ഒക്കെ. അതിൽ എന്തുകൊണ്ട് 400ന്റെ മൾട്ടിപ്പിൾ മാത്രമേ ലീപ്പ് ഇയർ ആകത്തുള്ളൂ എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്മൾ പഠിച്ചിട്ടുള്ളത് 365 ദിവസം അല്ലെ. ഒരു ഭൂമി സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം 365 ദിവസമാണെന്നും ആ കാലെല്ലാം കൂടി 4 വർഷമാകുമ്പോൾ ഒരു ദിവസമായിട്ട് ഒരു ദിവസം ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ലീപ്പ് ഇയർ എടുക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അതായത് 365 അതായത് 365.25 എന്ന് പറയുന്ന വാല്യൂ ഓക്കെ 365.25 എന്ന് പറയുന്ന വാല്യൂ പ്രോപ്പർ വാല്യൂ അല്ല. ഓക്കെ, അത് നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പത്തിനൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാല്യൂ ആണ്. അതെന്ന് പറഞ്ഞാൽ ഒരു 365.24232 എന്നൊക്കെ പറഞ്ഞു പോകുന്ന എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റഡ് വാല്യൂ ആണ്. ഓക്കെ, ഒരു പോയിന്റ് വാല്യൂ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ ഓരോ വർഷവും നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 0.243 സം പോയിന്റ് വാല്യൂ നമ്മൾ 0.25 ആയിട്ട് എന്ത് ചെയ്യുന്നു? റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ ഓരോ വർഷവും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 0.01 ഗ്യാപ്പിന്റെ ഒരു ഡിഫറൻസ് അവിടെ കിടപ്പുണ്ട് അല്ലെ. ഒരു 0.01 ഗ്യാപ്പിന്റെ ഡിഫറൻസ് കിടപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇതിങ്ങനെ ഓരോ വർഷവും നമ്മളിങ്ങനെ 0.01 ഇങ്ങനെ എടുത്ത് പോയി എന്നെങ്കിലും ഒരിക്കൽ ഇതൊരു ദിവസമായി മാറും അല്ലെ. അപ്പൊ നമ്മുടെ ഈ കണക്കുകളെല്ലാം തെറ്റത്തില്ലേ? ഈ ഒരു ദിവസം എക്സ്ട്രാ വരുമല്ലേ ചെയ്യുന്നത്, ആ ഒരു ദിവസത്തിന്റെ വ്യത്യാസം ഉണ്ടാവത്തില്ലേ? അപ്പൊ ഇതൊന്ന് ബാലൻസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4 വർഷം കൂടുമ്പോൾ ലീപ്പ് ഇയർ എടുക്കും. 4 വർഷം കൂടുമ്പോൾ നമ്മൾ ലീപ്പ് ഇയർ എടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ 100ാമത്തെ വർഷം എടുക്കുമ്പോൾ 100 വർഷമാകുമ്പോൾ എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പറാണ്. 4 വർഷം കൂടുമ്പോൾ വരുന്ന വർഷം തന്നെയാണ്. പക്ഷെ നമ്മൾ 100 എന്തായിട്ട് കൺസിഡർ ചെയ്യത്തില്ല? ലീപ്പ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അതുപോലെ ബാക്കിയുള്ള വർഷങ്ങൾ 104 108 ഇതൊക്കെ ലീപ്പ് ഇയർ എടുക്കും. 200 എത്തപ്പോൾ എന്തായാലും ലീപ്പ് ഇയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല? കൺസിഡർ ചെയ്യില്ല. 300 നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്തില്ല? ലീപ്പ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. പക്ഷെ 400 ആകുമ്പോൾ ഏകദേശം ഈ കണക്കൊക്കെ ബാലൻസ് ആവും. അപ്പൊ 400ന് അവർ എന്തായിട്ട് എടുക്കും? ലീപ്പ് ഇയർ എടുക്കും. അതുപോലെ തന്നെ 500 600 700 എന്തായാലും കൺസിഡർ ചെയ്യത്തില്ല? ലീപ്പ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. പക്ഷേ 800ന് അവർ എന്തായിട്ട് എടുക്കും? ലീപ്പ് ഇയർ എടുക്കും. അങ്ങനെ 400ന്റെ മൾട്ടിപ്പിൾസ് 400 800 1200 1600 2000 ഇങ്ങനെ പോകുന്ന 400ന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ എന്തായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ? ലീപ്പ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ സെഞ്ചുറി ഇയേഴ്സിന്റെ കേസിൽ പ്രത്യേകം നോട്ട് ചെയ്യാം. സെഞ്ചുറി ഇയേഴ്സിന്റെ കേസിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ആവശ്യം വരും. സെഞ്ചുറി ഇയേഴ്സിന്റെ കേസിൽ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയാൽ മാത്രം പോരാ, 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകണമെങ്കിൽ എന്താവത്തുള്ളൂ? ലീപ്പ് ഇയർ ആകത്തുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഇതും ലീപ്പ് ഇയർ ആണെന്ന് നമുക്കറിയാം. ഇത് 2 ലീപ്പ് ഇയർ ആണെന്ന് നമുക്കറിയാം. കാരണം അവസാനത്തെ 2 ഡിജിറ്റ് നോക്കുമ്പോൾ ഇത് 64 ആണ്, ഇത് 44 ആണ്, ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ ഈ 2 വർഷം വരുമ്പോൾ അവസാനം എന്താണ്? 2 0 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 400ന്റെ ഗുണിതമാകണം. 2400ന്റെ ഗുണമല്ലേ? അപ്പൊ അതെന്താണ്? ലീപ്പ് ഇയർ ആണ്. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഒരു നോൺ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഡിനറി ഇയർ എന്ന് പറയുന്നത്. 1900 ആയിരിക്കും എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞത് ഓർഡിനറി ഇയറും ലീപ്പ് ഇയറും നമ്മളെ വ്യത്യാസമാണ് ആദ്യം പറഞ്ഞത്. അത് ഒരു ദിവസത്തെ വ്യത്യാസമാണ്. ആ ദിവസത്തെ വ്യത്യാസം വരുന്നത് ഫെബ്രുവരിയിലാണ്. പിന്നെ നമ്മൾ അറിയേണ്ടത് ഈ ഒരു പോയിന്റ് ആണ്. അതായത് ഒരു വർഷം തന്നു കഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾക്ക് ഒരു സാധാരണ വർഷമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് 4ന്റെ ഡിവിസിബിലിറ്റി നോക്കിയാൽ മതി. അതായത് അവസാനത്തെ 2 ഡിജിറ്റ് നിങ്ങൾ നോക്കാം. അത് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു സെഞ്ചുറി ഇയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് 400ന്റെ മൾട്ടിപ്പിൾ ആണോ, അല്ലെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയാൽ എന്താവത്തുള്ളൂ? അത് ലീപ്പ് ഇയർ ആകത്തുള്ളൂ. ആ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞേണ്ട കാര്യമാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ലീപ്പ് ഇയർ ചെയ്ത് അല്ല എന്നുള്ള ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അല്ലാണ്ട് നമുക്ക് എന്താണ്
ഒരു കണക്ക് ചെയ്യാം. നമുക്കിപ്പം കലണ്ടറിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിലും ലീപ്പ് ഇയറിന്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്ന ഓഡ് ഡേയ്സ് എന്നൊരു കൺസെപ്റ്റ് ആണ്. ഓഡ് ഡേയ്സ്. ഓക്കെ, ഈ ലീപ്പ് ഇയറിന്റെയും ഓഡ് ഡേയ്സിന്റെയും കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഈ പറഞ്ഞ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യുന്നത് കേട്ടോ. ഓഡ് ഡേയ്സ്. എന്താണ് ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു വീക്ക് മാറ്റുമ്പോൾ എക്സ്ട്രാ വരുന്ന ഡേയ്സിനെയാണ് നമ്മൾ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ 8 ദിവസം എടുക്കുകയാണെന്ന് വെക്കുക, 8 days. ഓക്കെ, 8 ദിവസം നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്കറിയാം 7 ദിവസം കൂടുമ്പോൾ എന്താണ്, ഒരു വീക്കാണ് അല്ലെ. ആ ഒരു വീക്ക് നിങ്ങൾ അതിനകത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്ന എക്സ്ട്രാ ഡേ അതെന്താണ്, ഒരു എക്സ്ട്രാ ഡേ ആണ്. ആ ഒരു എക്സ്ട്രാ ഡേനെ നമ്മൾ എന്ത് പറയും, ഒരു ഓഡ് ഡേ എന്ന് പറയും. ഓക്കെ, ഇപ്പോ 17 days ഉണ്ടെന്ന് നോക്കുക, 17 ദിവസം ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ 17 ദിവസങ്ങൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾക്ക് ആദ്യം ഒരു വീക്ക് മാറ്റാൻ വരും, 7 ദിവസം മാറ്റാൻ സാധിക്കും, ഒരു വീക്ക് മാറും. അതുപോലെ ബാക്കി വരുമ്പോൾ 10 വരുന്നുണ്ട്. വീണ്ടും നിങ്ങൾക്ക് അതിനകത്ത് ഒരു 7 മാറ്റാൻ സാധിക്കത്തില്ലേ, 2 വീക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ ഒരു വീക്ക് 7 ദിവസമാണെങ്കിൽ 2 വീക്ക് അപ്പൊ എത്രയായി, 14 ദിവസമായി. ആ 14 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് മാറ്റുന്നു. ബാക്കി എത്ര വരുന്നു, 3 എക്സ്ട്രാ ഡേയ്സ് ആണ് വരുന്നത് അല്ലെ. ആ 3 എക്സ്ട്രാ ഡേയ്സ് നമ്മൾ എന്ത് പറയും, 3 ഓഡ് ഡേ എന്ന് പറയും. ഇപ്പോ 28 ദിവസം തരുവാണെന്ന് നോക്കുക, 28 days ആണ് നിങ്ങൾക്ക് തരുന്നത് നോക്കുക. അപ്പൊ 28 ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം, 7 എത്ര ദിവസം കൂടുമ്പോൾ എത്ര വീക്ക് അതിനകത്ത് വരുന്നതാണ് നിങ്ങൾ നോക്കട്ടെ. 7 ദിവസം കൂടുമ്പോൾ ഒരു വീക്ക് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് 4 വീക്ക് മാറ്റാൻ സാധിക്കും അല്ലെ. 28 ദിവസം അപ്പൊ 4 വീക്ക്, 7 4 28. ആ 28 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ, 0 ഉള്ളൂ. 0 ഓഡ് ഡേയ്സ് ആയിരിക്കും. ഇനി ഒരു 62 ദിവസം തരുവാണെന്ന് നോക്കുക. 62 days ആണ്. അപ്പം നമ്പർ വലുതാവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം 7 ദിവസം കൂടുമ്പോഴാണ് ഒരു വീക്ക് മാറുന്നത് അല്ലെ, വീക്ക് ആവുന്നത്. അപ്പൊ വീക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 7ന്റെ മൾട്ടിപ്പിൾ മാറ്റിയാൽ മതി. ഇതിനകത്ത് എത്രയാണോ 7ന്റെ മൾട്ടിപ്പിൾ ഉള്ളത് നിങ്ങൾ അത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, വീക്ക് കിട്ടും. വീക്ക് മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്നതായിരിക്കും എന്ന് പറയുന്നത് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പൊ 62 എടുക്കുകയാണ്. 62 എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 7ന്റെ മൾട്ടിപ്പിൾ പറഞ്ഞു വെക്കാം. ഓക്കെ, ഓരോ 7ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾ പറയുമ്പോഴത്തേക്കും 7 8 56 അല്ലെ, 56 പോകും. 9 7 കഴിഞ്ഞാൽ 63 ആയി പോകും. 9 to 7 63 ആണ്. അത്രയും ഇല്ല, നമ്മുടെ 62 ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനകത്ത് വരുന്ന ഏതാണ്, 7 into 8 ആണ് അല്ലെ. അപ്പൊ അതങ്ങ് മാറ്റുമ്പോൾ എത്ര വരും, 56 മാറ്റുമ്പോൾ ബാക്കി 6 ഓഡ് ഡേയ്സ് എന്ന് വരും. ഓക്കെ, അതായത് നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് ഡേയ്സ് കിട്ടിയാലും അതിന് 7ന്റെ മൾട്ടിപ്പിൾ മാറ്റുക. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് ഓഡ് ഡേയ്സ് പഠിക്കാൻ. 7ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾ മാറ്റി കഴിയുമ്പോൾ ബാക്കി വരുന്ന ഡേയ്സിനെയാണ് അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന ഡേയ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, ഓഡ് ഡേയ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വേറെ രീതി പറയുകയാണെങ്കിൽ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നു അതിനെയായിരിക്കും നമ്മൾ എന്താ പറയാ, ഓഡ് ഡേയ്സ്. നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് ഡേയ്സ് കിട്ടിയാലും ആ നമ്പർ ഓഫ് ഡേയ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അങ്ങനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ ശിഷ്ടം വരുന്നത്, റിമൈൻഡർ എത്ര ആരും വരുന്നത് അതിനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓഡ് ഡേയ്സ് എന്ന് പറയാം. നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നതിന് പകരമാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിപ്പിൾ മാറ്റുക എന്ന് പറയുന്നത്. ഇപ്പം 85 days എടുക്കുകയാണെന്ന് വെക്കുക. ഓക്കെ, 85 ഡേയ്സിൽ എത്ര ഓഡ് ഡേയ്സ് നടക്കുമ്പോൾ നമ്മൾ എന്താണ്, 85ന് 7ന്റെ മൾട്ടിപ്പിൾ മാറ്റുക. ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വരെ നമ്മൾ എന്താണ്, മൾട്ടിപ്പിൾസ് പറഞ്ഞു വെക്കുക. നമുക്കറിയാവുന്ന മൾട്ടിപ്പിൾ ആണ് 70 അല്ലെ, 70 നമുക്കറിയാം. തൊട്ടടുത്ത് എന്തായിരിക്കും, 77 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഏതായിരിക്കും, 84 ആയിരിക്കും. അപ്പൊ 85 ദിവസത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ 84 അങ്ങ് മാറ്റുമ്പോൾ നമുക്ക് ബാക്കി എത്ര വരും, ഒരു ദിവസം വരും. ആ ഒരു ദിവസം ആയിരിക്കും എന്ന് പറയുന്നത് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഓഡ് ഡേയ്സിന്റെ റേഞ്ച് വാല്യൂ എന്തായിരിക്കും, അത് വാല്യൂ ഓഡ് ഡേയ്സിന്റെ വാല്യൂ ഏത് മുതൽ ഏത് വരെ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 to 6 ആയിരിക്കും. ഓഡ് ഡേയ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 to 6 ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് എപ്പം ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും നിങ്ങൾക്ക് എത്ര വലിയ വാല്യൂസ് ഓഡ് ഡേയ്സ് ആയിട്ട് കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റേഞ്ചിലേക്ക് കൊണ്ടുവരണം. കാരണം ഇതാണ് ഓഡ് ഡേയ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. 7 ആവുകയാണ് നിങ്ങൾ ആലോചിക്കുക, ഓഡ് ഡേയ്സ് 7 ആകുമെന്ന് വിചാരിക്കുക. 7 ആകുമ്പോൾ 7 ദിവസമല്ലേ, അതൊരു വീക്ക് അല്ലേ. ആ വീക്ക് മാറ്റുമ്പോൾ ബാക്കി എത്ര വരും, വീണ്ടും 0 ആയി മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും ഓഡ് ഡേയ്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് റേഞ്ച് കിടക്കും, 0 to 6 എപ്പോഴും കിടക്കും. കാരണം വീക്ക് നിങ്ങൾക്ക് എത്രത്തോളം മാറ്റാൻ സാധിക്കും അതെല്ലാം മാറ്റി കഴിയുമ്പോൾ ബാക്കി വരുന്നത് 0 to 6 റേഞ്ചിൽ മാത്രമേ വരത്തുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഓർഡിനറി ഇയറും ലീപ്പ് ഇയറിനെ കുറിച്ചൊരു കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഓർഡിനറി ഇയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഓർഡിനറി ഇയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും. ഒരു ഓർഡിനറി ഇയർ നിങ്ങൾ കൺസിഡർ ചെയ്താൽ അവിടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും. നമുക്കറിയാം ഒരു ഓർഡിനറി ഇയറിൽ 365 ദിവസമാണെന്ന് അറിയാം. ഓക്കെ, ഒരു വർഷം, ഒരു ഓർഡിനറി ഇയർ നിങ്ങൾ കൺസിഡർ ചെയ്താൽ, അത് ലീപ്പ് ഇയർ അല്ലാത്ത വർഷം നിങ്ങൾ കൺസിഡർ ചെയ്താൽ അവിടെ 365 ദിവസമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് 7ന്റെ മൾട്ടിപ്പിൾ മാറണം, അല്ലെങ്കിൽ ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് ആലോചിച്ചാൽ മതി. ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് നിങ്ങൾ ആലോചിച്ച് നോക്കി, 365നെ 7 കൊണ്ട് ഡിവൈഡ് 5 times 35, 1 ശിഷ്ടം വരും, 5 ഇറക്കും, 2 പ്രാവശ്യം 14, വീണ്ടും എന്ത് ചെയ്യും, ശിഷ്ടം 1 വരും, റിമൈൻഡർ 1 വരും. അതായത് ഒരു ഓർഡിനറി ഇയർ എടുത്താൽ അവിടെ ഒരു ഓഡ് ഡേ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ലീപ്പ് ഇയർ എടുക്കുകയാണെന്ന് വെക്കുക.
നിങ്ങൾ ലീപ്പ് ഇയർ എടുക്കുകയാണെന്ന് വെക്കുക. ലീപ്പ് ഇയർ എത്ര ഓഡ് ഡേ ഉണ്ടായിരിക്കും? ലീപ്പ് ഇയറിൽ 366 ദിവസമാണല്ലോ. ഇതിനേക്കാൾ ഒരു ദിവസമല്ലേ കൂടുതലുള്ളത്. അപ്പൊ അവിടെ എത്ര ഓഡ് ഡേ ആയിരിക്കും? 2 ഓഡ് ഡേ ആയിരിക്കും. ഒരു ഓർഡിനറി ഇയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓഡ് ഡേയും, ലീപ്പ് ഇയർ എടുത്താൽ 2 ഓഡ് ഡേയും. ഓക്കെ. ഇനി നമുക്ക് ചില മാസങ്ങളിലെ എല്ലാ മാസങ്ങളിലെ ഓഡ് ഡേയ്സ് എന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ജാനുവരി മാസം. ഓക്കെ, ജാനുവരി എന്നൊരു മാസം നിങ്ങൾ എടുക്കുകയാണെന്ന് വെക്കുക. ജാനുവരി എന്നൊരു മാസം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ എത്ര ദിവസം വരുന്നത്? 31 ഡേയ്സ് ആണ് വരുന്നത്. 31 ഡേയ്സിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും? 31 ദിവസമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനകത്ത് 7ന്റെ മൾട്ടിപ്പിൾ മാറ്റുകയല്ലേ ചെയ്യുന്നത്. ഇനി 7 മൾട്ടിപ്പിൾ ചെയ്താൽ വരുന്നത് 28 ആണ് വരുന്നത്. 28 ഞാൻ അങ്ങ് മാറ്റുമ്പോൾ ബാക്കി എത്ര വരുന്നുണ്ട്? 3 ഡേയ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. ആ 3 എക്സ്ട്രാ ഡേയ്സ് നമ്മൾ എന്ത് പറയും? ഓഡ് ഡേ എന്ന് പറയും. 3 ഓഡ് ഡേയ്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി ആവുമ്പോഴോ? ഫെബ്രുവരിക്ക് എപ്പോഴും 2 കണ്ടീഷൻ ആണ്. ശ്രദ്ധിക്കണം, ഫെബ്രുവരി നിങ്ങൾ എവിടെ എടുക്കുവാണെങ്കിൽ കലണ്ടറിന്റെ ക്വസ്റ്റനിൽ ഫെബ്രുവരി എവിടെ എടുത്താലും അതിന് 2 കണ്ടീഷൻ ഉണ്ട്. ഫെബ്രുവരി എന്ന് പറയുന്നത് അതൊരു ഓർഡിനറി ഇയറിലെ ഫെബ്രുവരി ആകാം, ലീപ്പ് ഇയറിലെ ഫെബ്രുവരി ആകാം. കാരണം ഓർഡിനറി ഇയറും ലീപ്പ് ഇയറും എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്, എവിടെയാണ് വ്യത്യാസം വരച്ചാൽ അത് ഫെബ്രുവരിയിലാണ്, അല്ലെ? ഒരു ഓർഡിനറി ഇയർ എടുക്കുകയാണെങ്കിൽ ആ വർഷത്തിലെ ഫെബ്രുവരിയിൽ എത്ര ദിവസമേ കാണത്തുള്ളൂ? 28 ദിവസമേ കാണത്തുള്ളൂ. അതായത് അവിടെ ഓഡ് ഡേയ്സ് ഒന്നും കാണില്ല, അവിടെ 0 ഓഡ് ഡേയ്സ് ആയിരിക്കും വരാം. അതുപോലെ തന്നെ ലീപ്പ് ഇയർ നിങ്ങൾ എടുക്കുകയാണെന്ന് നോക്കുക. ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് വരും? ഒരു ഓഡ് ഡേ വരും. ലീപ്പ് ഇയറിലല്ല, ലീപ്പ് ഇയറിലെ ഫെബ്രുവരിയിൽ. കാരണം ലീപ്പ് ഇയറിലെ ഫെബ്രുവരിയിൽ എത്ര ദിവസമാണ്? 29 ദിവസമാണ്. നിങ്ങൾ 28 മാറ്റി കഴിഞ്ഞാൽ ബാക്കി എത്ര വരുന്നത്? ഒരെണ്ണമാണ് എക്സ്ട്രാ ഡേ വരുന്നത്. ആ ഒരു എക്സ്ട്രാ ഡേ നമ്മൾ ഓഡ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫെബ്രുവരി കഴിഞ്ഞ് നമ്മൾ മാർച്ച് എടുക്കുകയാണെന്ന് നോക്കാം. മാർച്ച് എത്ര ഓഡ് ഡേയ്സ് വരും? 3 ഓഡ് ഡേയ്സ്. കാരണം മാർച്ചിൽ 31 ദിവസമാണ് നമുക്കറിയാലോ, 3 ഓഡ് ഡേയ്സ് ആയിരിക്കും. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ എടുക്കുകയാണെങ്കിൽ എത്ര ഓഡ് ഡേയ്സ് വരും? 2 ഓഡ് ഡേയ്സ് വരും. മെയ് എടുക്കുകയാണെങ്കിൽ എത്ര ഓഡ് ഡേയ്സ് വരും? 3 ഓഡ് ഡേയ്സ് വരും. ജൂൺ എടുക്കുകയാണെങ്കിൽ എത്ര ഓഡ് ഡേയ്സ് വരും? 2 ഓഡ് ഡേയ്സ്. ജൂലൈ എടുക്കുമ്പോൾ എത്ര ഓഡ് ഡേയ്സ് വരും? 3. ഓഗസ്റ്റ് എടുക്കുമ്പോൾ എത്ര വരും? 3. 3, 2, 3, 2 എന്ന് പറഞ്ഞിട്ട് 3, 3, 2 എന്ന് എടുത്തുകളായത്. നമുക്കിതറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സാധനമാണ്, അല്ലേ? ഇത് നമുക്കറിയാം. ഓക്കെ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്, അല്ലെ? എന്താണ്? ഹൈറ്റ്സ് വരുന്നിടത്തൊക്കെ നമ്പർ ഓഫ് ഡേയ്സ് 31 എന്നും ലോസ് വരുന്നിടത്തൊക്കെ നമ്പർ ഓഫ് ഡേയ്സ് 30 എന്ന് പറയുന്നത് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതേ സംഭവം തന്നെ ഇവിടെ വരുമ്പോൾ 31 വരുന്നിടത്തൊക്കെ ഇവിടെ എന്ത് വരും? 3 വരും, അല്ലെ? 30 വരുന്നിടത്തൊക്കെ 2 വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഹൈറ്റ്സ് വരുന്നിടത്തൊക്കെ 3 വരും, ലോസ് വരുന്നിടത്തൊക്കെ 2 വരും. ഫെബ്രുവരി അവിടെയും ഡിഫറെന്റ് ആണ്, ഇവിടെയും ഡിഫറെന്റ് ആണ്. അത് ജസ്റ്റ് നോർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ എടുക്കുകയാണെന്ന് നോക്കാം, 2 ആയിരിക്കും. ഒക്ടോബർ എടുക്കുകയാണെങ്കിൽ 3 ആയിരിക്കും. നവംബർ എടുക്കുകയാണെങ്കിൽ 2 ആയിരിക്കും. ഡിസംബർ എടുക്കുകയാണെങ്കിൽ 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ മാസങ്ങളിലെ ഓഡ് ഡേയ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് നോക്കി മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ, ഒരുപാട് പാടൊന്നുമില്ല. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതിനെ കാണാതെ പറയും, പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കലണ്ടറിന്റെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കലണ്ടറിന്റെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനും നമുക്ക് ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഓർഡിനറി ലീപ്പ് ഇയർ എന്ന കൺസെപ്റ്റ് എന്താണ്, അവർ നമ്മളെ വ്യത്യാസം, ഏത് ദിവസമാണ്, ഏത് മാസത്തിലാണ് ആ വ്യത്യാസം വരുന്നത്, പിന്നെ ഒരു വർഷം കണ്ടുകഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, ആ ഒരു കാര്യം. പിന്നെ ഓഡ് ഡേയ്സ് എന്ന കൺസെപ്റ്റ്, അതായത് 7ന്റെ മൾട്ടിപ്പിൾ മാറ്റുമ്പോൾ വരുന്ന എക്സ്ട്രാ ഡേയ്സ്, ഓഡ് ഡേയ്സ്. അതായത് ഒരു ഓർഡിനറി ഇയറിലെ ഓഡ് ഡേയും ഒരു ലീപ്പ് ഇയറിലെ ഓഡ് ഡേയും, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ആവശ്യം വരും. ഓക്കെ, അതുപോലെ തന്നെ ഓരോ മാസങ്ങളിലും എന്താണ് ഓഡ് ഡേയ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്, അല്ലെ? 2 ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡേറ്റ് തന്നിട്ട് അത് ഏത് ഡേ ആണ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡേറ്റ് നമുക്ക് തന്നിട്ട് അത് ഏത് ഡേ ആണെന്ന് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, what will be the day of the week on 17th March 1858? ഇത് 1858 മാർച്ച് 17 എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? അത് സൺഡേ ആണോ, മൺഡേ ആണോ, ട്യൂസ്ഡേ ആണോ? ഇതാണ് നമുക്ക് ചോദിക്കുന്നത്. ഏത് ദിവസമാണ്? കൃത്യമായിട്ടുള്ള ഡേ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 17th March 1858 ഏത് ഡേ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ആദ്യം അതൊന്ന് പറയാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 17th March 1858 എന്ന് പറയുന്നത് ഏത് ഡേ ആണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 17th March 1858 വരെയുള്ള നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് 01010001 എന്ന് പറയുന്ന ഡേറ്റ് മുതൽ തുടങ്ങി 17th March 1858 അത്രയും ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇത്ര ഓഡ് ഡേയ്സ് ഉണ്ടെങ്കിൽ അത്രയും ദിവസങ്ങളെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ വരും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇത് മുതൽ ഇതുവരെയുള്ള നമ്പർ ഓഫ് ഡേയ്സ് എടുത്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ നമുക്കത് ചെയ്യാനായിട്ട് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ അറിയണം. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോണം. ഇപ്പോ ഞാൻ ആദ്യത്തെ 20 വർഷത്തെ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ പോകുന്നു കേട്ടോ.
ഫസ്റ്റ് 20 ഇയേഴ്സിൽ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ പോകണം. ആദ്യത്തെ 20 വർഷം കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 01/01/0001 എന്ന് വന്ന് തുടങ്ങി 31 ഡിസംബർ 0020 അപ്പോഴാണല്ലോ 20 വർഷം കംപ്ലീറ്റ് ആവുക. 20 വർഷം കംപ്ലീറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ 20 വർഷം നമ്മൾ ചെയ്യുന്ന ഇത്രയാണ്. ആ 20 വർഷത്തിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കും. നിങ്ങൾ അതെടുക്കുക, ആദ്യത്തെ 20 വർഷമാണ്. നമുക്ക് 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ 20 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 4, 8, 12, 16, 20 ഈ 5 വർഷം എന്താണ് ലീപ്പ് ഇയേഴ്സ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ 4 വർഷം കൂടുമ്പോഴാണല്ലോ ലീപ്പ് ഇയർ ഉണ്ടാകുന്നത്. അപ്പൊ ലീപ്പ് ഇയറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, 4ന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ മതി. ഓക്കെ, 4ന്റെ മൾട്ടിപ്പിൾ. ഇത് 20 വർഷമാണല്ലോ, 20 വർഷത്തിനകത്ത് എത്ര 4ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് നോക്കുക. 5 × 4 20 അല്ലേ, 5 മൾട്ടിപ്പിൾ അല്ലേ വരുന്നത്. അപ്പൊ 5 ലീപ്പ് ഇയേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, 20 വർഷം എടുത്താൽ അതിനകത്ത് 5 എണ്ണം ലീപ്പ് ഇയർ എന്നാണ് നമുക്ക് കിട്ടിയത്. എങ്കിൽ ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? ഓർഡിനറി ഇയേഴ്സ് ആയിരിക്കും. ബാക്കി 15 എണ്ണം എന്താണ്? ഓർഡിനറി ഇയേഴ്സ് ആണ്. 20 വർഷത്തിൽ 5 എണ്ണം ലീപ്പ് ഇയർ, 15 എണ്ണം ഓർഡിനറി ഇയേഴ്സ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾ ഓഡ് ഡേയ്സ് ആണല്ലോ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരു ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ ആണ്. തൊട്ട് മുന്നേ നമ്മൾ എഴുതി വെച്ചായിരുന്നു, ഒരു ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ ആണ്. അതുപോലെ തന്നെ ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേ ആണെങ്കിൽ 5 ലീപ്പ് ഇയർ ആകുമ്പോൾ അവിടെ എത്രയായി? 10 ആയി അല്ലെ. 5 × 2 ഓഡ് ഡേയ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു ലീപ്പ് ഇയറിൽ ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേ ആണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് വെച്ചാകുമ്പോഴത്തേക്കും 5 ലീപ്പ് ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും അവിടെ മൊത്തം 10 ഓഡ് ഡേയ്സ് ആവും. അതുപോലെ തന്നെ ഒരു ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ ആണെന്ന് നമുക്കറിയാം. അപ്പൊ 15 എണ്ണത്തിൽ എത്രയെന്ന് ചോദിച്ചാൽ 15 × 1 എത്ര കിട്ടും? 15 എന്ന് കിട്ടും. അതിന്റെ ടോട്ടൽ ഓഡ് ഡേയ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 25 ഓഡ് ഡേയ്സ് എന്ന് കിട്ടും. 25 ഓഡ് ഡേയ്സ് എന്ന് വരും. ഓക്കെ, നമുക്കറിയാം 25 ഓഡ് ഡേയ്സ് എന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓഡ് ഡേയ്സിന്റെ വാല്യൂ എപ്പോഴും എന്താണ്? 0 to 6 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ 25 നമ്മൾ എന്ത് ചെയ്യണം? 0 to 6 റേഞ്ചിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരിക? ഇതിനകത്ത് നിന്ന് വീക്ക് മാറ്റുക. 25 ഓഡ് ഡേയ്സ് നിങ്ങൾക്ക് കിട്ടി, പക്ഷെ 25 ഓഡ് ഡേയ്സ് ഉണ്ടെങ്കിലും അതിനകത്ത് എന്തുണ്ട്? വീക്ക് ഉണ്ട്. ആ വീക്ക് നിങ്ങൾ മാറ്റണം, എങ്കിലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഓഡ് ഡേയ്സ് കിട്ടത്തുള്ളൂ. 25 നിങ്ങൾ എന്ത് ചെയ്യുക? വീക്കുകൾ മാറ്റുക. എത്ര വീക്ക് വരും? അവിടെ 7ന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ 3, 7, 21. 21 നിങ്ങൾക്ക് 2 മാറ്റാൻ കഴിയും. ബാക്കി എത്ര വരും? 4 ഓഡ് ഡേയ്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ 4 ഓഡ് ഡേയ്സ് നമുക്ക് കിട്ടും. അതായത് ആദ്യത്തെ 20 വർഷം എടുത്താൽ അവിടെ 4 ഓഡ് ഡേയ്സേ ഉള്ളൂ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാനിപ്പോ 36 വർഷം എടുക്കുകയാണെന്ന് വെക്കുക. 36 ഇയേഴ്സ്. ഓക്കെ, ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 36 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കണ്ടു നോക്കുക, ചെയ്ത് നോക്കുക. 36 വർഷത്തിൽ എങ്ങനെയാ ചെയ്യുന്ന നോക്കണം. 36 വർഷത്തിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ടെന്ന് നോക്കണം. 36 വർഷത്തിൽ എത്ര 4ന്റെ മൾട്ടിപ്പിൾ ഉണ്ടോ അതാണ് നമ്മൾ എന്താ പറയുന്നത്? ലീപ്പ് ഇയർ എന്ന് പറഞ്ഞത്. അപ്പൊ 9 4ന്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ 9 ലീപ്പ് ഇയേഴ്സ് വരുന്നുണ്ട്. ബാക്കി 27 എന്തായിരിക്കും? ഓർഡിനറി ഇയേഴ്സ് ആയിരിക്കും. ഓക്കെ, അതുപോലെ 9 ലീപ്പ് ഇയർ ആകുമ്പോൾ ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ആണെങ്കിൽ 9 എത്ര കിട്ടും? 9 × 2 18 ഓഡ് ഡേയ്സ് കിട്ടും. അതുപോലെ തന്നെ ഒരു ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ അല്ലേ. അപ്പൊ 27 എത്രയായിരിക്കും? 27 ആയിരിക്കും. ടോട്ടൽ നമുക്ക് എത്ര വരും? 45 ഓഡ് ഡേയ്സ് കിട്ടും. നമുക്കറിയാം 45 ഓഡ് ഡേയ്സ് ഇല്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? ചെറുതാക്കണം. 45 നമ്മൾ എന്ത് ചെയ്യണം? 7ന്റെ മൾട്ടിപ്പിൾ മാറ്റില്ല ചെയ്യുന്നത്. 6, 7, 42. ബാക്കി എത്ര വരും? 3 ഓഡ് ഡേയ്സ് കിട്ടും. 3 ഓഡ് ഡേയ്സ് നമുക്ക് കിട്ടും. ഓക്കെ, എടാ അങ്ങനെയാണെങ്കിൽ അപ്പൊ നോക്കണം, ഒരു 46 വർഷം എടുക്കുകയാണെന്ന് നോക്കുക. 46 ഇയേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി 20 വർഷം 4ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു. ഇവിടെ 36 4ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു. പക്ഷെ 46 4ന്റെ മൾട്ടിപ്പിൾ അല്ല. നമുക്ക് വേണ്ടത് ഇതിനകത്ത് എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ടെന്നല്ലേ. അപ്പൊ 46 മൾട്ടിപ്പിൾ അല്ലെങ്കിലും 46-നകത്ത് എത്ര 4ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതൊക്കെ ആയിരിക്കും ലീപ്പ് ഇയേഴ്സ്. അപ്പൊ 46-നകത്ത് വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 44 അല്ലേ. എത്ര പ്രാവശ്യമാണ്? 11 പ്രാവശ്യമാണ്. അതായത് 46 വർഷത്തിൽ 11 എന്തായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. ബാക്കിയുള്ള 35 എന്തായിരിക്കും? ഓർഡിനറി ഇയേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ആകുമ്പോൾ 11 എത്ര കിട്ടും? 22 കിട്ടും അല്ലെ. അതുപോലെ 35 35. അപ്പൊ എത്ര കിട്ടും? 57 ഓഡ് ഡേയ്സ് കിട്ടും. നമുക്കറിയാം 57 ഓഡ് ഡേയ്സ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ചെറുതാക്കണം. 57 7ന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ എന്താണ്? 56 പോയി കിട്ടും. ബാക്കി എന്ത് കിട്ടും? ഒരു ഓഡ് ഡേ കിട്ടും. കണ്ടോ? അപ്പൊ ഒരു വർഷം നിന്നാൽ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളിത് എങ്ങനെ ചെയ്യുന്നു എന്നാണ് ഈ കാണിച്ചത് കേട്ടോ. നമുക്ക് ഈ ചെയ്യാൻ ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, 20 വർഷത്തിലെ ഓഡ് ഡേയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന നോക്കണം. നമ്മൾ ഇത്രയും സ്റ്റെപ്പ് എഴുതാണ്ട് എങ്ങനെ ചെയ്യുന്ന നോക്കണം. 20 വർഷത്തിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ആണ്? 5 ലീപ്പ് ഇയേഴ്സ് അല്ലേ. 20 പ്ലസ് ആ 5 ലീപ്പ് ഇയർ എത്ര കിട്ടും? 25 കിട്ടും. ഡയറക്റ്റ് നമ്മൾ ഈ വാല്യൂലേക്ക് വരും. നോക്കണം, 36 വർഷത്തിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ആണ്? 9 ലീപ്പ് ഇയേഴ്സ് അല്ലേ. 36-നോട് ആ 9 അങ്ങ് കൂട്ടാം. എത്ര കിട്ടും? 45. കണ്ടോ?
അതുപോലെ 46 വർഷത്തിൽ എത്ര ലീപ് ഇയേഴ്സ് ആണ്? 11 ആണല്ലേ. 46 11 കൂട്ടാം, നമുക്ക് എത്ര കിട്ടും? 57 കിട്ടും. ഡയറക്റ്റ് നിങ്ങൾ ആ വാല്യൂലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഇനി ഞാൻ എന്താണ് കൺസെപ്റ്റ് എന്ന് പറയാൻ വേണ്ടി സ്റ്റെപ്പ് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു വർഷം തന്നിട്ട് ആ വർഷം വരെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത്രയും വർഷം വരെ എത്ര ലീപ് ഇയേഴ്സ് ഉണ്ടോ അത് കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓഡ് ഡേയ്സ് ഉണ്ട്. കിട്ടുന്ന വലിയ വാല്യൂ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ചെറുതാക്കണം. ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഒരു 54 വർഷം തരുവാണെന്ന് വെക്കുക, 54 ഇയേഴ്സ്. ഓക്കെ, 54 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുത്തില്ല. നമ്മൾ എന്തേ ചെയ്യത്തുള്ളൂ? 54 വർഷത്തിൽ എത്ര ലീപ് ഇയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കും. 54 വർഷമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ലീപ് ഇയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ. 54 വർഷത്തിൽ എത്ര 4ന്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ട് പറഞ്ഞു നോക്കിയാൽ മതി. ഇപ്പം 10 ആപ്പം 40 ആണെന്ന് നമുക്കറിയാം. 11 ആപ്പം 44, 12 ആപ്പം 48, 13 ആപ്പം 52 ആയി അല്ലെ. 52 അടുത്ത 56 ആവത്തില്ല, അത്ര ഇല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് എത്ര വരുന്നത്? 13 ലീപ് ഇയേഴ്സ് അല്ലേ. ഈ 54 നമ്മൾ എന്ത് ചെയ്യുന്നു? 13 കൂടുന്നു. എത്ര കിട്ടും? 67 കിട്ടും. 67 വലിയ വാല്യൂ ആണ് കിട്ടുന്നത്. വലിയ വാല്യൂ എടുത്ത് ശീലിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. 67 ഓഡ് ഡേയ്സ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ചെറുതാക്കണം. എന്ത് മാറണം? 7ന്റെ മൾട്ടിപ്പിൾ മാറണം. എത്ര മാറണം? 63 മാറണം. ബാക്കി എത്ര വരും? 4 ഓഡ് ഡേയ്സ് കിട്ടും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഇയർ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 100 ഇയേഴ്സിൽ 100 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് എന്നാണ് നമുക്കറിയണം. 100 വർഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആദ്യത്തെ 100 വർഷം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര ഓഡ് ഡേയ്സ് ആണെന്ന് അറിയണം. ഓക്കെ, ശ്രദ്ധിക്കാം. 100 വർഷം അല്ലെ. നിങ്ങൾ ആലോചിക്കുക, 100 വർഷത്തിൽ എത്ര ലീപ് ഇയേഴ്സ് ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, 100 വർഷത്തിൽ എത്ര ലീപ് ഇയേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇവിടെ പൊതുവെ ഡൗട്ട് വരുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ 100 വർഷത്തിൽ 25 ലീപ് ഇയേഴ്സ് എന്ന് പറയും. കാരണം 100 എന്ന് പറയുന്നത് 25 × 4 ആണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ നമ്മൾ ലീപ് ഇയർ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 25 ലീപ് ഇയേഴ്സ് വരുന്നുണ്ട്. പക്ഷെ 25 ലീപ് ഇയേഴ്സ് ഉണ്ടോ? ഇല്ല, 24 എണ്ണേ ഉള്ളൂ. കാരണം എന്താണ്? 100 ഒരു ലീപ് ഇയർ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, സെഞ്ചുറി ഇയേഴ്സിൽ 400ന്റെ മൾട്ടിപ്പിൾ മാത്രമേ എന്തായിട്ടുള്ളൂ? ലീപ് ഇയർ ആയിട്ടുള്ളൂ. 100 ഒരു ലീപ് ഇയർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ 25 ലീപ് ഇയേഴ്സ് വരില്ല. 100 + 24 എന്നായിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡാണ്. എത്ര വർഷമാണോ അവിടുത്തെ ലീപ് ഇയേഴ്സ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ 25 വരില്ല. എല്ലാവർക്കും 25 എന്നായിരിക്കും പലരും എടുക്കുക. 24 എണ്ണേ വരത്തുള്ളൂ അല്ലെ. അപ്പൊ അവിടെ എന്ത് കിട്ടും? 124 ഓഡ് ഡേയ്സ് കിട്ടും. 124 ഓഡ് ഡേയ്സ് ആകുമ്പോൾ 124 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ശിഷ്ടം 5 എന്ന് കിട്ടും. 5 ഓഡ് ഡേയ്സ് ഉണ്ട്. അതായത് 100 വർഷം എടുത്താൽ 5 ഓഡ് ഡേയ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 200 വർഷം ആലോചിച്ച് നോക്കുക. 200 വർഷം എടുക്കണം. അപ്പൊ നിങ്ങൾ ഇനി 200 വർഷത്തിൽ എത്ര ലീപ് ഇയേഴ്സ് ഉണ്ടെന്ന് കൂട്ടാനും നിൽക്കണ്ട. എന്താണ്? നമുക്കറിയാം 100 വർഷത്തിൽ 5 ഓഡ് ആണല്ലോ. 2 100 ചേരുന്നതല്ലേ 200 എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്താൽ മതി? 2 × 5 എടുത്താൽ മതി. 10 കിട്ടും. 10 ഓഡ് ഡേയ്സ് ഇല്ല. അപ്പൊ എത്ര ഓഡ് ഡേയ്സ് ആണ്? 10ന് 7ന്റെ മൾട്ടിപ്പിൾ പോകുമ്പോൾ എത്ര കിട്ടും? 3 ഓഡ് ഡേയ്സ് കിട്ടും. 7 മാറ്റുമ്പോൾ ബാക്കി 3 എന്ന് കിട്ടും. അതുപോലെ തന്നെ 300 ഇയേഴ്സ് നോക്കുകയാണെന്ന് നോക്കാം. 300 ഇയേഴ്സ് എടുക്കുകയാണ്. 3 100 ചേരുന്നതാണല്ലോ 300. അപ്പൊ 3 × 5 എത്രയാ? 15 കിട്ടും. 15 ഓഡ് ഡേയ്സിൽ നമ്മൾ ചെറുതാക്കും. എത്ര കിട്ടും? 1 ഓഡ് ഡേ എന്ന് കിട്ടും. അതുപോലെ 400 വർഷം എടുക്കണം. 400 വർഷം എടുക്കും. 15 4 × 5 എടുക്കും. എത്ര കിട്ടും? 20 കിട്ടും. ഓക്കെ, എന്റെ 20ൽ എത്ര ഓഡ് ഡേയ്സ് നോക്കും? 6 ഓഡ് ഡേയ്സ് എടുത്ത് നോക്കും. ഓക്കെ, ശ്രദ്ധിക്കാം. 400 നമുക്കറിയാം 100 ലീപ് ഇയർ ആയിരുന്നില്ല, 200 ലീപ് ഇയർ ആയിരുന്നില്ല, 300 ലീപ് ഇയർ ആയിരുന്നില്ല. പക്ഷെ 400 എന്താണ്? ഒരു ലീപ് ഇയർ ആണ്. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു ദിവസം എക്സ്ട്രാ ഉണ്ട്. 4 100 ചേരുന്നതാണ് 400 എടുത്തത്. പക്ഷെ ഈ 100നെ ലീപ് ഇയറിന്റെ അടുത്തല്ല നമ്മൾ ചെയ്തത്. പക്ഷെ ഇവിടെ 400 ആകുമ്പോൾ എന്താണ്? 400ാമത്തെ വർഷം ഒരു ലീപ് ഇയർ ആണ്. അവിടെ ഒരു ദിവസം കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 21 ഓഡ് ഡേയ്സ് എന്നാണ് കിട്ടുക. അതായത് 0 ഓഡ് ഡേയ്സ് എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി ഇത് എങ്ങനെ വരുന്നു അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ വാല്യൂസ് ഒന്ന് അറിയണം. അതായത് 100 വർഷം എടുത്താൽ 5 ഓഡ് ഡേയ്സ് ആണ്. 200 വർഷം എടുത്തു കഴിഞ്ഞാൽ 3 ഓഡ് ഡേയ്സ് ആണ്. 300 വർഷം എടുത്താൽ 1 ഓഡ് ഡേ ആണ്. 400 വർഷം എടുത്താൽ 0 ഓഡ് ഡേയ്സ് ആണ്. ഈ വാല്യൂസ് നമ്മൾ അറിയണം. നമ്മുടെ ഈ കണക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ വാല്യൂസ് വേണം. ഓക്കെ, 100ൽ 5 ഓഡ് ഡേയ്സ്, 200ൽ 3 ഓഡ് ഡേയ്സ്, 300ൽ 1 ഓഡ് ഡേ, 400ൽ 0 ഓഡ് ഡേയ്സ്. എന്താണ് സംഭവിച്ചത്? 400ൽ 0 ഓഡ് ഡേയ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 400 വർഷത്തിൽ 0 ഓഡ് ഡേയ്സ് ആണെങ്കിൽ 800 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് ആലോചിച്ച് നോക്കുക. 400ൽ 0 ആണെങ്കിൽ 800ൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം 2 400 ചേരുന്നതാണല്ലോ 800 വർഷം എന്ന് പറയുന്നത്. അവിടെ 0 ആയിരിക്കും. 1200 ആകുമ്പോഴോ 0 ആയിരിക്കും. 1600 ആകുമ്പോഴും 0 ആയിരിക്കും. 2000 ആകുമ്പോഴും 0. അതായത് 400ന്റെ മൾട്ടിപ്പിൾ ഏത് വന്നാലും ഓഡ് ഡേയ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എന്താണ് അത് അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ
400 വർഷത്തിൽ 0 ഓഡ് ഡേയ്സ് കഴിഞ്ഞാൽ ഈ 400 വർഷം വരെ 0 ആയി കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന് മുന്നേ ഉള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ 400 വർഷത്തിന് മുന്നേ എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. 400 ആയപ്പോൾ 0 ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒന്നേയും തുടങ്ങുന്ന പോലെയാണ്. അപ്പം ബാക്കിയുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ നോക്കണം, 600 വർഷത്തെ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. 600 വർഷത്തെ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. 600 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെയാണ്? 400 വർഷം ആകുമ്പോൾ 0 ആണെന്ന് എനിക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ 400 മാറ്റുന്നു 600-ൽ നിന്ന്. ബാക്കി എത്രയാ? 200. 400-ൽ 0 ഓഡ് ഡേയ്സ് ആണ്. 200-ൽ എത്ര ഓഡ് ഡേ ആണ്? 3 ഓഡ് ഡേ ആണ്. അപ്പം എനിക്ക് എന്ത് കിട്ടും? 3 ഓഡ് ഡേയ്സ് എന്ന് കിട്ടും. കേട്ടോ, ഇപ്പൊ 1100 എടുക്കുകയാണെന്ന് വെക്കുക. 1100 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? കാരണം നമുക്ക് 400-ന്റെ മൾട്ടിപ്പിൾ എല്ലാം 0 ആണെന്ന് അറിയാലോ. അപ്പൊ 1100-നകത്ത് വരുന്ന 400-ന്റെ മൾട്ടിപ്പിൾ നമ്മൾ നോക്കും. എത്രയാണ് വരുന്നത്? 800 ആണ്. 800 മാറ്റാം, കാരണം 800 വരെ 0 ആയി കഴിഞ്ഞു. ബാക്കി എന്തുണ്ട്? 300 ഉണ്ട്. 800 വരെ 0 ആണ്. 300-ൽ എത്രയാണ്? 1 ഓഡയാണ്. അപ്പൊ എത്ര കിട്ടും? 1 ഓഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് നമുക്ക് എന്താണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, എന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൃത്യമായിട്ട് നോക്കുക. നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് 17 മാർച്ച് 1858 ഏത് ഡേ ആണെന്ന് കണ്ടുപിടിക്കണം. നോക്കുക, 17 മാർച്ച് 1858 ഏത് ഡേ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് നമുക്ക് ഇവിടെ വരെയുള്ള ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാനാണെന്ന് നമുക്ക് അറിയാമല്ലോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എത്ര വർഷങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കുക. എത്ര വർഷം വരെ, ഏത് വർഷം വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കുക. ഏത് വർഷം വരെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്? 1857 വരെ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ. 1857 വരെ കംപ്ലീറ്റ് ഉണ്ട്. കാരണം 1857 ഡിസംബർ 31 വരെ ഉണ്ടല്ലോ. 1858 എന്തുണ്ട്? മാർച്ച് 17 വരെ ഉള്ളൂ. 1858 കംപ്ലീറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇയർ മാറ്റും. 1857 വർഷങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി എന്താണ്? 1858 ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ചില് 17 എന്ന് പറഞ്ഞ ഡേറ്റ് വരെ ഉണ്ട്. ഓക്കെ, 1857 വർഷങ്ങൾ കംപ്ലീറ്റും 1858 എന്ന് പറഞ്ഞ വർഷത്തിലെ ജാനുവരിയും ഫെബ്രുവരിയും മാർച്ചിലെ 17 ദിവസം മാത്രമേ എന്തുള്ളൂ നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ആവശ്യം. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 1857 കംപ്ലീറ്റ് വർഷങ്ങളിലെ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കണം? 1857 ആണല്ലോ നമ്മുടെ വർഷം. നമുക്കറിയാം ഇതിനകത്ത് വരുന്ന 400-ന്റെ മൾട്ടിപ്പിൾ എന്തായാലും 0 ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് വരുന്ന 400-ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 1600 ആണ്. ഞാൻ 1600 മാറ്റുന്നു. പ്ലസ് ബാക്കി എന്ത് വരുന്നു? 257. നമ്മൾ നേരത്തെ 100, 200, 300 പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 200-ന്റെ വാല്യൂ അറിയാമല്ലോ. ഞാൻ 200-നെ അങ്ങ് മാറ്റുന്നു. ബാക്കി എന്താണ്? 57 വർഷം. ഓക്കെ, പ്ലസ് ജാനുവരി, ഫെബ്രുവരി, മാർച്ചിലെ 17 എന്ന് പറഞ്ഞ ഡേറ്റ് വരെ. ഓക്കെ, എന്റെ അടുത്ത സ്റ്റെപ്പിലാണ് ഞാൻ ഓഡ് ഡേയ്സ് എഴുതാൻ പോകുന്നത്. ഓക്കെ, നോക്കണം ഓഡ് ഡേയ്സ് എങ്ങനെയാന്ന് നോക്കണം. 1600 ആകുമ്പോൾ എത്ര ഓഡ് ഡേയ്സ് ആവും? 0. 400-ന്റെ മൾട്ടിപ്പിൾ എല്ലാം 0 ആണല്ലോ. 1600 0 ആണ്. ഇനി അടുത്തത് 200-ൽ എത്ര ഓഡ് ഡേയ്സ് ആണ് നമ്മൾ പറഞ്ഞത്? 3 ഓഡ് ഡേയ്സ് ആണ് അല്ലെ. 200-ൽ 3 ഓഡ് ഡേയ്സ്. 100-ൽ 5, 200-ൽ 3, 300-ൽ 1 നമ്മൾ പഠിച്ചായിരുന്നു. ആ ഓഡ് ഡേയ്സ് നമ്മൾ എഴുതുന്നു. പ്ലസ് 57 വർഷമാണ്. ശ്രദ്ധിക്കാം, 7, 8, 56 ബാക്കി 1 എന്ന് എഴുതി വെച്ചുകളായിരുന്നു. 57 വർഷമാണ് അത്. 57 ദിവസമാകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യാം. 57 വർഷമാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? 57 വർഷത്തിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനോട് അങ്ങ് കൂട്ടും. ഓക്കെ, 57 വർഷമാണ്. നമ്മൾ ജസ്റ്റ് പറഞ്ഞു നോക്കിയത് 10 ആവുമ്പോൾ 40 ആണ്. 11 44, 12 48, 13 ആവുമ്പോൾ 52, 14 ആവുമ്പോൾ എത്രയായി? 56 ആയി. അപ്പൊ ഇതിനകത്ത് വരുന്ന 4-ന്റെ മൾട്ടിപ്പിൾ എത്രയാണ്? 14 എണ്ണമാണ്. ഈ 57-ന്റെ കൂടെ 14 കൂട്ടുക. എത്ര കിട്ടും? 57 14 അല്ലേ. അപ്പം 67, 71 എന്ന് കിട്ടും. ഓക്കെ, 71 ഓഡ് ഡേയ്സ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 71 എഴുതാം, അല്ലെങ്കിൽ എന്താണ് 70 പോയി കഴിഞ്ഞാൽ ബാക്കി 1 എഴുതി വെക്കാം. അങ്ങനെ എഴുതാം, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, പ്ലസ് ജാനുവരി മാസമല്ലേ. ജാനുവരി മാസത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും? 3 ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും അല്ലെ. ജാനുവരി മാസത്തിൽ 3 ഓഡ് ഡേയ്സ്. ഓക്കെ, അടുത്ത ഫെബ്രുവരി മാസം അല്ലേ. ഫെബ്രുവരി ഇത് ഏത് ഇയറിലെ ഫെബ്രുവരി ആണ്? 1858 എന്ന് പറയുന്ന വർഷത്തിലെ ഫെബ്രുവരി ആണ് അല്ലെ. അപ്പൊ 1858 എന്ന് പറയുന്ന വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും ഫെബ്രുവരിക്ക്? 0 ഓഡ് ഡേയ്സ്. കാരണം ഇതൊരു ഓർഡിനറി ഇയർ ആണ്, ഇത് ലീപ്പ് ഇയർ അല്ല അല്ലെ. അപ്പൊ 0 ഓഡ് ഡേയ്സ്. അടുത്തത് മാർച്ച് 17 ആണ്. മാർച്ച് കംപ്ലീറ്റ് ഇല്ല. മാർച്ച് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് 3 എഴുതാൻ പറ്റും. മാർച്ചിൽ 17 ദിവസം. 17 ദിവസത്തിൽ എത്ര ഓഡ് ഡേയ്സ് വേണം നിങ്ങൾ നോക്കാനായിട്ട്. 17 ദിവസത്തിൽ എത്ര ഓഡ് ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യുക? 17-ന് 7-ന്റെ മൾട്ടിപ്പിൾ മാറ്റുക. എത്രയാണ്? 14 പോകും, ബാക്കി 3 വരും. പ്രത്യേകം ശ്രദ്ധിക്കാം, മാർച്ചിൽ 3 ഓഡ് ഡേയ്സ് ഉള്ളതുകൊണ്ട് 3 എഴുതി വെച്ചതല്ല. ഈ 17 ദിവസത്തിലെ ഓഡ് ഡേയ്സ് എഴുതിയതാണ്. മാർച്ചിൽ 3 ആണ്, 3 എഴുതി അങ്ങനെ വിചാരിക്കരുത് കേട്ടോ.
ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കാൻ പോവാണ്. ഇതെല്ലാം കൂടെ നോക്കിയേ, 71, 74, 77, 80 ടോട്ടൽ എത്ര കിട്ടും? 80 odd days കിട്ടും. നമുക്കറിയാം 80 odd days ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് 7ന്റെ മൾട്ടിപ്പിൾ അങ്ങ് മാറ്റണം. ഓക്കെ, ഇതിനകത്ത് വരുന്ന 7ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 77 ആണ്. ബാക്കി എത്ര വരും? 3 odd days കിട്ടും. ഓക്കെ, അതായത് 1858 മാർച്ച് 17 എന്ന് പറയുന്ന ദിവസം വരെയുള്ള ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 odd days ആയിരിക്കും. ഓക്കെ, അതായത് 01/01/0001 എന്ന് പറയുന്ന ഡേറ്റ് മുതൽ തുടങ്ങി 17th മാർച്ച് 1858 എന്ന് പറയുന്ന ഡേറ്റ് വരെ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള നമ്പർ ഓഫ് ഡേയ്സിന്റെ 7ന്റെ മൾട്ടിപ്പിൾ മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 odd days കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് 3 odd days? ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാനല്ല ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ ഡേ എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ദിവസമാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുന്നു പറഞ്ഞായിരുന്നു. ഇനി ഓഡ് ഡേയ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഓഡ് ഡേയ്സിന്റെ റേഞ്ച് വാല്യൂ എന്താണ്? 0 to 6 അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കുക, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ ആയിരിക്കും, 1 വന്നു കഴിഞ്ഞാൽ മൺഡേ ആയിരിക്കും, 2 വന്നു കഴിഞ്ഞാൽ ട്യൂസ്ഡേ ആയിരിക്കും, 3 വന്നു കഴിഞ്ഞാൽ വെനസ്ഡേ ആയിരിക്കും, 4 വന്നു കഴിഞ്ഞാൽ തേഴ്സ്ഡേ ആയിരിക്കും, 5 വന്നു കഴിഞ്ഞാൽ ഫ്രൈഡേ ആയിരിക്കും, 6 വന്നു കഴിഞ്ഞാൽ സാറ്റർഡേ ആയിരിക്കും. നമുക്ക് 0 to 6 റേഞ്ചിൽ എപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഓഡ് ഡേയ്സ് കിട്ടുള്ളൂ. ഏത് ഓഡ് ഡേ ആണോ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ ഡേ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? വെനസ്ഡേ എന്നായിരിക്കും. ആൻസർ വെനസ്ഡേ. 17th മാർച്ച് 1858 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബുധനാഴ്ചയാണ്, വെനസ്ഡേ ആണ്. കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ആൻസറിലോട്ട് പോകാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാൻ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് പറയാണ്. നമ്മൾ ചെയ്യുന്നത് ആദ്യം കംപ്ലീറ്റ് ഇയർ മാറ്റുവാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഇയർ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കി മാസങ്ങൾ എടുത്ത് എഴുതുന്നു. എൻ്റെ ഈ കംപ്ലീറ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ് ചെയ്യുന്നത്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 400ന്റെ മൾട്ടിപ്പിൾ, പിന്നെ നമുക്ക് അറിയാവുന്ന ഏതാണോ വർഷം അത്, 200, 100, 300 ഉണ്ടെങ്കിൽ അത്, ബാക്കിയുള്ള വർഷങ്ങൾ, പിന്നെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആ മാസങ്ങൾ എഴുതി. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഓഡ് ഡേയ്സ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഓഡ് ഡേയ്സ് എഴുതുന്ന സമയത്ത് 400ന്റെ മൾട്ടിപ്പിൾ 0, 200ന്റെ ഓഡ് ഡേയ്സ് നമുക്ക് അറിയാം. 57 വർഷത്തിലെ ഓഡ് ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യും? 57 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടോ നോക്കിയിട്ട് അത് കൂട്ടുന്നു. പിന്നെ ഓരോ മാസത്തിലെ ഓഡ് ഡേയ്സ് എഴുതുന്നു. ലാസ്റ്റ് മാസത്തിൽ എത്ര ദിവസമാണോ ഉള്ളത് ആ ദിവസത്തിലെ ഓഡ് ഡേയ്സ് എഴുതുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ വരുന്ന നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ആവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റെപ്സ് ചെയ്യുന്നത്. ഇത് 3 സ്റ്റെപ്പിലായിട്ടാണ് ഞാൻ ചെയ്തു പോകുന്നത്. ആ 3 സ്റ്റെപ്സ് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ്? ആൻസറോട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റൻ. അപ്പൊ അടുത്ത ക്വസ്റ്റൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഡേറ്റ് നിങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ നോക്കുക. നിങ്ങളായിട്ട് കണ്ടുപിടിച്ചിട്ട് ഞാൻ ആ ഒരു പറയുന്ന എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പൊ എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വിൽ ബി ദ ഡേ ഓഫ് ദി വീക്ക് ഓൺ 12th May 1940? 1940 മെയ് 12 എന്ന് പറയുന്നത് ഏത് ദിവസമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയൊക്കെയാണ് തെറ്റുന്നത്, എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തുടങ്ങുവാണ്. അപ്പം 12th May 1940 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? 12th May 1940 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ഇയർ മാറ്റുവാണ് ചെയ്യുന്നത് അല്ലെ? 1940 മെയ് 12 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ കംപ്ലീറ്റ് എത്ര വർഷമുണ്ട്? 1939 വരെ. ഓക്കെ, 1939 വരെ കംപ്ലീറ്റ് ഉണ്ടായിരിക്കും. ബാക്കി 1940 ആരൊക്കെ ഉണ്ട്? ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ്യിലെ 12 എന്ന് പറഞ്ഞ ഡേറ്റ് വരെ ഉണ്ട്. എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, കംപ്ലീറ്റ് ഇയർ മാറുന്നതാണ് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ? എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഇയറിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഇവിടെ ഇതിനകത്ത് വരുന്ന 400 മൾട്ടിപ്ലൈ ചെയ്താണ് 1600 അല്ലേ? 1600 പ്ലസ് ബാക്കി എത്രയുണ്ട്? 339 അല്ലേ? എനിക്ക് എന്തറിയാം? 300 അറിയാം. ബാക്കി വരുന്നത് 39 വർഷമാണ്. പിന്നെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രില്, മെയ്യിലെ 12 എന്ന് പറയുന്ന ഡേറ്റ് വരെ. ഓക്കെ, എന്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്? ഓഡ് ഡേയ്സ് എഴുതുന്നത് അല്ലെ? അപ്പൊ 1600 എത്ര ഓഡ് ഡേയ്സ് ആണ്? 0 ഓഡ് ഡേയ്സ് ആണ്. 300 എത്ര ഓഡ് ഡേയ്സ് ആണ്? 1 ഓഡ് ഡേ ആണ്. 39 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 39 എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കണം. എത്ര ലീപ്പ് ഇയർ വരും? 9 ലീപ്പ് ഇയർ വരും. 39 എന്ത് ചെയ്യുക? 9 കൂടെ എത്ര വരും? 48 എന്ന് വരും. ഓക്കെ, പ്ലസ് ജാനുവരി മാസത്തില് 3 ഓഡ് ഡേയ്സ്. ഫെബ്രുവരി മാസത്തില് ശ്രദ്ധിക്കുക, ഫെബ്രുവരി 1940 ഫെബ്രുവരി ആണ്. 1940 എന്താണ്? ലീപ്പ് ഇയർ അല്ലേ? എത്ര ഓഡ് ഡേയ്സ് വരും? 1 ഓഡ് ഡേ വരും. അടുത്ത മാർച്ചില് 3 ഓഡ് ഡേയ്സ്, ഏപ്രില് 2 ഓഡ് ഡേയ്സ്, മെയ് 12 ആണ്. മെയ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ 3 ഓഡ് ഡേയ്സ് എഴുതും നമ്മൾ. മെയ് 12 വരെയുള്ളൂ. അപ്പൊ 12 ദിവസത്തിൽ എത്ര ഓഡ് ഡേയ്സ് ആണ്? എന്തിനും 7ന്റെ മൾട്ടിപ്പിൾ മാറണം. ബാക്കി എത്ര വരും? 5 ഓഡ് ഡേയ്സ് കിട്ടും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് എന്ത് അവസാനം വരുന്നു അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഒന്നുകിൽ എല്ലാം കൂടെ കൂട്ടിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, 7ന്റെ മൾട്ടിപ്പിൾ വരണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് 7ന്റെ കോമ്പിനേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം. അതെങ്ങനെ നോക്കണം, 48 1 49 അത് 7ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ എന്തായാലും ഇത് കൂട്ടിയിട്ട് 49 കളയേണ്ട ആളാണ്. അപ്പൊ നമുക്ക് എന്താണ് ആദ്യമേ അങ്ങ് എടുത്ത് കളയാം. 3 3 6 6 1 7 അതും എടുത്ത് കളയാലോ, ഒരു 7 അല്ലേ, എടുത്ത് കളയുന്നു. അടുത്ത 5 2 7 അതും എടുത്ത് കളയാലോ. 7ന്റെ കോമ്പിനേഷൻ 7ന്റെ മൾട്ടിപ്പിൾസിന്റെ കോമ്പിനേഷൻ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അങ്ങ് എടുത്ത് കളയാം. ബാക്കി എന്താ വരുന്നത്, 0 ആണ് വരുന്നത്. 0 വന്നാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും, സൺഡേ ആയിരിക്കും അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലോട്ട് വരിക. സ്റ്റെപ്സുകൾ കൃത്യമായിട്ട് നോക്കുക. 3 സ്റ്റെപ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ള സ്ഥലം കൂടെ കാണിച്ചു തരാം. ഈ കംപ്ലീറ്റ് ഇയർ മാറ്റുന്ന സ്ഥലം. ഓക്കെ, പലരും 1940 കാണുമ്പോൾ 1600 340 എന്ന് എഴുതി വെച്ച് തെറ്റിക്കാറുണ്ട്. ആ കംപ്ലീറ്റ് ഇയർ മാറ്റുന്ന സ്ഥലം. പിന്നെ ഇയറിനെ ഓഡ് ഡേ ആക്കി മാറ്റുന്ന സ്ഥലം, ഇവിടെയും പലരും തെറ്റിക്കാറുണ്ട്. പിന്നെ ഫെബ്രുവരിയിൽ ഓഡ് ഡേ എഴുതുന്ന സ്ഥലം, ഇതും പലരും തെറ്റിക്കാറുണ്ട്. ഈ 3 സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റാൻ ചാൻസ് കൂടിയ സ്ഥലങ്ങളാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ആ ഒരു മോഡലിൽ ഒരു ഡേറ്റ് കൂടെ നമുക്ക് നോക്കാം. 5th August 1765 ആണ് ഡേറ്റ്. ഓക്കെ, 5th August 1765. നമ്മൾ എന്താ ചെയ്യാം, ആദ്യം കംപ്ലീറ്റ് ഇയർ സ്റ്റെപ്പ് കൃത്യമായിട്ട് നോക്കുക. ആദ്യം കംപ്ലീറ്റ് ഇയർ മാറ്റുന്നു. കംപ്ലീറ്റ് ഇയർ എത്രയാണ്, 1764 വരെയാണ് കംപ്ലീറ്റ് ഉള്ളത് അല്ലെ. പ്ലസ് 1765 ആരൊക്കെ ഉണ്ട്, ജാനുവരി മുതൽ ഓഗസ്റ്റിലെ 5 വരെ ഉണ്ട്. ഓക്കെ, ജാനുവരി മുതൽ ഓഗസ്റ്റിലെ 5 വരെ 1765 വർഷത്തിലെ മാസങ്ങളുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈ കംപ്ലീറ്റ് ഇയറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. എങ്ങനെയാണ്, 1600 പ്ലസ് 100 പ്ലസ് 64. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആരൊക്കെ ഉണ്ട്, ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റിലെ 5 എന്ന് പറയുന്ന ഡേറ്റ് വരെ ഉണ്ട്. ഓക്കെ, ഇത്രയും മാസങ്ങൾ നമ്മുടെ ഉണ്ട്. എൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് എഴുതും, ഓഡ് ഡേയ്സ് എഴുതാൻ പോവാണ്. 1600 എത്രയാണ്, 0 ഓഡ് ഡേയ്സ് ആണ്. 100 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് ആണ്, 5 ഓഡ് ഡേയ്സ് ആണ്. 64 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 64 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കിയിട്ട് കൂട്ടുവാണ് ചെയ്യുന്നത് അല്ലെ. 64 വർഷത്തിൽ എത്ര ലീപ്പ് ഇയേഴ്സ് വരുന്നുണ്ട്, 60 ആകുമ്പോൾ 15 ആണ് നമുക്കറിയാം. 64 അപ്പോൾ എത്രയാണ്, 16 ആവും. ഈ 64 16 കൂട്ടുക എത്ര കിട്ടും, 74 80 എന്ന് കിട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് 80 എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം, 3 എഴുതാം. കാരണം 80 ന്ന് 77 പോയ ബാക്കി 3 അല്ലേ വരുന്നത്. ഏത് വേണമെങ്കിലും എഴുതാം. ഞാൻ ഇവിടെ 80 എന്ന് എഴുതുവാണ്. പ്ലസ് ജാനുവരി മാസം എത്ര ഓഡ് ഡേയ്സ് ആണ്, 3 ഓഡ് ഡേയ്സ് ആണ്. പ്ലസ് ഫെബ്രുവരി മാസം ശ്രദ്ധിക്കുക, ഫെബ്രുവരി എടുക്കുമ്പോൾ ഇത് ഏത് ഇയറിലെ ഫെബ്രുവരി ആണെന്ന് നോക്കണം. 1765 ഫെബ്രുവരി ആണ്. അവിടെ എത്ര ഓഡ് ഡേയ്സ് ആണ്, 0 ഓഡ് ഡേയ്സ് ആണ്. ഓക്കെ, ഫെബ്രുവരി കഴിഞ്ഞ അടുത്ത മാർച്ച് എത്ര ഓഡ് ഡേയ്സ് ആണ്, 3 ഓഡ് ഡേയ്സ് ആണ്. ഏപ്രിൽ 2, മെയ്യിൽ 3, ജൂണിൽ 2, ജൂലൈയിൽ 3, ഓഗസ്റ്റില് 5 ദിവസമേ ഉള്ളൂ. ആ 5 ദിവസമേ ഉള്ളെങ്കിൽ 5 ഓഡ് ഡേയ്സ് ആയിരിക്കും. കാരണം അവിടെ വീക്ക് ഇല്ല, ആകെ 5 ദിവസം മാത്രമേ ഉള്ളൂ. ആ 5 ദിവസം എന്തായിരിക്കും, ഓഡ് ഡേയ്സ് ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് 7ന്റെ കോമ്പിനേഷൻ വരുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എടുത്ത് കളയാൻ. ഇപ്പൊ നോക്കിയോ, 80 82 84 ഇതും കളയാലോ. കാരണം 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 7 × 12 ആണ് 84 എന്ന് പറഞ്ഞാൽ നമുക്കത് കളയാൻ പറ്റും. വേറെ വരുമ്പോഴത്തേക്ക് 5 3 8 8 3 11 3 14 അല്ലെ, അതും കളയാം. 5 3 8 8 3 11 11 3 14 അതും കളയാം. ബാക്കി എന്താ വരുന്നത്, 5 3 8 അല്ലേ. 8 വന്ന എത്ര ഓഡ് ഡേയ്സ് ആണ്, ഒരു ഓഡ് ആണ്. ഒരു ഓഡ് ആണ്. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും, മൺഡേ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എടുക്കുക. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു ഡേറ്റ് തന്നാൽ അത് കൃത്യമായിട്ടും ഏത് ഡേ ആണെന്ന് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ടും സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസറിലേക്ക് കറക്റ്റായിട്ട് പോയി എത്താൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ 3 സ്ഥലങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇയറിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ കംപ്ലീറ്റ് ഇയർ. രണ്ടാമതെന്ന് പറയുന്നത് ഇയറിനെ ഓഡ് ഡേ ആക്കി മാറ്റുന്ന സ്ഥലം. പിന്നെ ഫെബ്രുവരിയിലെ ഓഡ് ഡേയ്സ് ചെയ്യുന്നത്. ഈ 3 സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അവസാനം ആ കൂട്ടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ കൂട്ടുന്നൊക്കെ സമയത്ത് കോമ്പിനേഷൻ എടുത്ത് മാറുന്ന സമയത്ത് തെറ്റിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കലണ്ടറിലെ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അടുത്ത ടൈപ്പ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.